ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രിഡിക്ഷൻ ലിസ്റ്റുകളെ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സമൂഹ മാധ്യമങ്ങളിൽ. ആ ഒരു ലോഗോ റിവീലോടുകൂടി തന്നെ നല്ല രീതിയിൽ ഒരു ഓളം ഉണ്ടാക്കി എടുക്കുന്നതിൽ മേക്കേഴ്സ് വിജയിച്ചു എന്ന് പറയാം. കാരണം വഴിയോടെ പോകുന്നവർ വരെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഇറക്കാനും ഓഡിയൻസിന്റെ ഇടയിൽ സീസൺ 7 ഒരു ചർച്ചാ വിഷയം ആക്കാനായിട്ടും തുടങ്ങി. ലോഗോ റിവ്യൂയിലെ വീഡിയോ ഇതുവരെ 1 മില്യൺ പോലും അടിച്ചിട്ടില്ല എന്നതാണ് ഇതിൻ്റെ അകത്ത് രസമുള്ള മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്. സാരമില്ല, ലോഗോ റിവീലാണ്, ഡേറ്റ് പോലും ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല എന്ന് ഓർക്കണം. ലാലേട്ടന്റെ മുഖം കാണിച്ചൊരു പ്രോമോ പോലും ഇതുവരെ വന്നിട്ടില്ല ഒഫീഷ്യലായിട്ട്. ഇഷ്ടം പോലെ സമയവും ഇനി ബാക്കിയുണ്ട്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സീസൺ 7 അപ്ഡേറ്റോ പ്രഡിക്ഷൻ ലിസ്റ്റോ ഒന്നുമായിട്ടല്ല. സീസൺ 1 മുതൽ 6 വരെയുള്ള എല്ലാ സീസണിലും പൊതുവായിട്ട് കണ്ടിട്ടുള്ള ചില കാര്യങ്ങൾ പറയാനായിട്ടും പിന്നെ ഈ പറയുന്ന സ്ട്രാറ്റജീസ് ഒന്നും ഈ വരുന്ന സീസണിൽ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോകുന്നവർക്ക് പണിയാവും എന്നും പറയാനായിട്ടാണ്. ബിഗ് ബോസിനകത്ത് പല രീതിയിലുള്ള ഗെയിം സ്ട്രാറ്റജീസ് മത്സരാർത്ഥികൾ പയറ്റാറുണ്ട്. മുൻ സീസണുകൾ കണ്ടിട്ട് പോയിട്ട് ആ സീസണിൽ ഇന്ന വ്യക്തി എക്സ് ഓർ വൈ ജനപ്രീതി ഉണ്ടാക്കിയെടുത്തത് ഇന്ന രീതിയിൽ ഇങ്ങനെ ഗെയിം കളിച്ചിട്ടാണ് എന്ന് മനസ്സിൽ വെച്ചിട്ട് കളിക്കാനായിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരു പരിപാടിയും സീസൺ 7 നടക്കും എന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനത്തെ ഒട്ടുമിക്ക അടവും ഇവിടുത്തെ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു. പിന്നെ കാലം മാറും തോറും പ്രേക്ഷകരുടെ മെന്റാലിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്. മലയാളത്തിലെ എല്ലാ സീസണിലും കാണുന്ന ഒരു കാഴ്ചയാണ് ഒന്നും കളിക്കാതെ ഹൗസിലെ ഒരു കാര്യത്തിലും ഇടപെടാതെ പൂച്ചയെ പോലെ ഇരുന്ന് 100 ദിവസം കഴിച്ചു കൂട്ടുന്ന കുറെ സേഫ് ഗെയിമേഴ്സ്. അത്തരത്തിൽ കളിക്കുന്നവരെ സീസൺ 7 പ്രേക്ഷകർ ഐഡന്റിഫൈ ചെയ്ത് തപ്പിപ്പിടിച്ച് പുറത്താക്കണം. കാരണം അങ്ങനെ ആളുകൾ അവിടെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുമ്പോൾ പുറത്താവുന്നത് നല്ല നല്ല മത്സരാർത്ഥികളാണ്. സീസൺ 4, 5, 6 ഈ 3 സീസണുകളിലും അതിന്റെ ഉദാഹരണങ്ങൾ കാണാനായിട്ട് സാധിക്കും. പേരൊന്നും ഞാൻ പറയുന്നില്ല. വെറുതെ ഇരിക്കുന്നവരെ പിടിച്ച് പുറത്താക്കണമെന്ന്, എന്നാലേ ഷോ കാണുന്നവർക്കൊരു രസം ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഉള്ളതാണ് ഈ ഒരേ ഒരു രാജാവ് എന്ന് പറഞ്ഞൊരു സംഭവം. വലിയ മാറ്റമൊന്നും വരാൻ സാധ്യതയില്ലാത്തൊരു സംഭവമാണ്. കാരണം എല്ലാ സീസണിലും കാണും വലിയ ജനപ്രീതി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ആൽഫാമെയിൽ അവതാരം. ആ ഒരു നരേറ്റീവിന് മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നല്ല നല്ല റൈവൽറീസ് ഉണ്ടെങ്കിലേ ഷോയ്ക്കൊരു അൺപ്രഡിക്റ്റബിൾ സ്വഭാവമുള്ളൂ. അതല്ല ഒരാളെ എടുത്ത് തലയിൽ വെച്ച് 70 ദിവസം ഹൗസിലുള്ളവർ മൊത്തം രാജാവേ എന്ന് പറഞ്ഞ് പണമിക്കുന്ന കാണാൻ എനിക്ക് തീരെ താല്പര്യമില്ല. സീസൺ 3ഉം 5ഉം ഒക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കാണുന്ന മറ്റ് സംഭവങ്ങളാണ് നെഗറ്റീവ് വന്ന് ഒരാവശ്യവും ഇല്ലാതെ നെഗറ്റീവ് വാങ്ങി കൂട്ടി എയറിൽ പോകുന്ന ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് എല്ലാ സീസണിലും ഉണ്ട്. പിന്നെ ക്യൂട്ട്നെസ്സും പ്രേമവും കാണിച്ച് നാട്ടുകാരെ വെറുപ്പിക്കുന്ന ഒരു പ്രണയ ജോഡി, അത് നിർബന്ധമാണ്. പിന്നെ അടുക്കള ഭരണം നടത്താൻ വേണ്ടി വരുന്ന അമ്മ, അച്ഛൻ, മാമൻ, മാമി തുടങ്ങിയ അങ്ങനത്തെ കഥാപാത്രങ്ങളാണ്. അങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഉണ്ട്. സീസൺ 1 മുതലെടുത്ത് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും വരാനിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനത്തെ ഒരു പാറ്റേണും ക്ലീഷയും ഇല്ലാത്ത സസ്പെൻസുകൾ നിറഞ്ഞൊരു സീസണാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷകൾ കമന്റ് സെക്ഷനിൽ പറയണം. നമുക്ക് കമന്റ് സെക്ഷനിൽ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.